ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ സംസ്ഥാനത്ത് എൽ.ഡി.എഫും യു.ഡി.എഫും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇരു കൂട്ടരും നടത്തുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സർക്കാർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ CAA, കേരള സ്റ്റോറി തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുമായി ബന്ധമില്ലാത്ത CAA എന്തിനാണ് ഇവിടെ ചർച്ചയാക്കുന്നതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളെ മുഴുവൻ ഒരു പെട്ടിയിലാക്കാമെന്ന ധാരണ ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത CAA എത്ര ദിവസമായി ഇവിടെ ചർച്ച ചെയ്യുന്നു? അതിൽ ആർക്കും ഒരു അപാകതയും തോന്നിയില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുമായി എന്ത് ബന്ധമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനുള്ളത്? കേരള സ്റ്റോറി വന്നപ്പോൾ എന്തിനാണ് ഇത്രയും വളം വയ്ക്കുന്നത്? ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് പെട്ടിയിലാക്കി അധികാരം പിടിക്കാമെന്നുള്ള വോട്ട് ബാങ്ക് തന്ത്രമാണ് ഇത്രയും കാലം, ഇപ്പോഴും അതാണ് തുടരുന്നത്. രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സുരേന്ദ്രൻ ഉയർത്തിയത്. വന്യജീവി പ്രശ്നത്തിൽ രാഹുൽ എന്താണ് ചെയ്തത്? കേന്ദ്ര വനം മന്ത്രിയെ കാണാൻ പോലും രാഹുൽ തയ്യാറായില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വയനാട്ടിൽ രാഹുൽ വന്നതിനേക്കാൾ കൂടുതൽ തവണ കാട്ടാനകൾ നാട്ടിലിറങ്ങിയിട്ടുണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. 5 കൊല്ലം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞു. രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ വന്നു? മഹാഭൂരിപക്ഷം നൽകി അധികാരത്തിൽ കയറ്റിയ ജയിപ്പിച്ചു വിട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര തവണ വന്നു? ആന കാട്ടുന്നിറങ്ങി വന്നതിന് അത്ര വന്നോ? ഞങ്ങൾ ചോദിച്ച ചോദ്യമായിരുന്നു. വനം വന്യജീവി പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എന്താണ് ചെയ്തത്? രാഹുൽ ഗാന്ധി വനം മന്ത്രി ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ? ഒരു ഡെലിഗേഷൻ പോയിട്ടുണ്ടോ? പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഈ കാര്യം ഞങ്ങൾ 20 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതെന്നും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത്. കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചിരിക്കുക. CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ കള്ളപ്പണ അക്കൗണ്ടുകൾ സംബന്ധിച്ച് കേന്ദ്ര ആദായ നികുതി വകുപ്പ് അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. കെ. സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വയനാട് ശക്തമായ മത്സരത്തിനാണ് വേദിയാകുന്നത്. ജനം, കോഴിക്കോട്.